ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി സ്തുതിയും അർപ്പിക്കുന്നു. ഞാനിവിടെ വന്നത് എൻ്റെ പേര് ജീനു, ഇരിഞ്ഞാലക്കുട എടക്കളം പാതോനഗർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നത് 30/3/2019 ഇവിടെ വന്നത്. എനിക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഇവിടുത്തെ പത്രം കിട്ടി. പക്ഷെ സാധാരണ നമ്മൾ ഓരോ ദേവാലയങ്ങളിൽ പോണ പോലെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഉടമ്പടി ഉണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. സാധാരണ ഒരു തീർത്ഥകേന്ദ്രം എന്ന ഒരു ഇതിലാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് അച്ഛൻ്റെ കുർബാനയിലും എല്ലാം പങ്കുകൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു കാര്യം നടക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന് കരുതിയിട്ട് വന്നതല്ല. വെറുതെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് സാധാ എല്ലാ പള്ളികളും പോകണ പോലെ ഇവിടെ വന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. എന്തോ കുറച്ച് 6 കാര്യങ്ങൾ ഞാൻ എഴുതി. എന്താണെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. കാരണം ആവശ്യങ്ങളൊന്നും തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയ വേദനകളോ വിഷമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ 6 ആവശ്യങ്ങൾ എഴുതി. എൻ്റെ മോൾക്ക്, എനിക്കൊരു മോനും മോളാണ്. മോള് BSc നഴ്സിങ്ങിന് ആന്ധ്രയിൽ പഠിക്കുന്നു. മോൻ ഇപ്പോൾ +1 പഠിക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് 80ാമത്തെ ദിവസം എൻ്റെ മോളുടെ കാലിൻ്റെ അടിയിൽ ഒരു തടിപ്പ് കണ്ടു. അത് അവിടുന്ന് ആ തടിപ്പ് ഇങ്ങനെ ഒരു കാലിൽ ചുറ്റും ഇങ്ങനെ റൗണ്ട് വെച്ച് നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര 100 200 എത്ര വേണമെങ്കിലും നമുക്ക് അത് സങ്കല്പിക്കാം. ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് ഇടാനോ അങ്ങനെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെയായി 2 കാലിൻ്റെ അടി. അങ്ങനെ എന്നെ വിളിച്ചറിയിച്ചു. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു വേഗം നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിലേക്ക് അടുത്തുള്ള ഒരു കുട്ടിയുടെ അങ്കിള് അവിടേക്ക് പോയി. അങ്ങനെ കുട്ടീനെ കൊണ്ടുവന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഡോക്ടറെ ഒന്നും കാണണ്ട, ഇങ്ങനെ കൃപാസനത്തിൽ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 87 ദിവസമായി. 3 ദിവസം കൂടി ഉണ്ട് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അതൊന്നും അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നില്ല. 90 ദിവസം അല്ലെങ്കിൽ 87 ദിവസം എന്നുള്ള അങ്ങനെയില്ല. ഇവിടെ വന്ന് ഞങ്ങൾ 6:30 ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു അങ്കിള് അവിടെ ഉണ്ടായിരുന്നു. ആളോട് ഞാൻ പറഞ്ഞു എൻ്റെ മോൾക്ക് കാലിന് ഇങ്ങനെയാണ്, നടക്കാൻ പറ്റുന്നില്ല. 7-6 ഇഞ്ചിൻ്റെ ചെരുപ്പിട്ടിരുന്ന മോൾക്ക് എൻ്റെ 10 ഇഞ്ച് 9 ഇഞ്ചിൻ്റെ ചെരുപ്പിട്ടാലും നടക്കാൻ പറ്റില്ല. കാരണം വാറ് ഇടുന്ന ഭാഗമൊക്കെ ഇങ്ങനെ നിറച്ച് ഇതാണ്. ഇവിടെ ഗേറ്റ് കടന്നു കഴിഞ്ഞപ്പോൾ മോൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ബ്രദർ എന്നോട് പറഞ്ഞു മോള്, ഞാൻ പറഞ്ഞു ഇങ്ങനെ വരാണ്, മോളിങ്ങനെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെയാണ്. ബ്രദർ വേഗം ഞങ്ങളുടെ കയ്യിലൊരു ബൈബിൾ എടുത്ത് തന്നു. ബൈബിൾ എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു മോളോട് നിത്യാരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ മോൾ അവിടെ പോയി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു അച്ഛനൊന്നും കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒരാഴ്ചയ്ക്ക് കണക്കാക്കിയിട്ടാണ് കൃപാസനത്തിൽ വന്നേക്കുന്നത്. ഞാൻ ഇവിടെ എവിടെയോ റൂമോ സൗകര്യമോ ഹോട്ടൽ എന്തുള്ളതും ഞാൻ താമസിച്ചു കൊള്ളാം. എനിക്ക് എൻ്റെ മോളുടെ കാലിൻ്റെ അടി സുഖം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ രാവിലെ 6:30 തൊട്ട് രാത്രി 7:30 വരെ ഇവിടെ കൃപാസനത്തിൽ ഇവിടെ ഫ്രണ്ടിൽ ഞങ്ങൾ മോളും ഞാനും ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 7:30 ഇവിടെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു. ഞങ്ങൾ റൂമിലേക്ക് പോയി. ആ അങ്കിള് തന്നെ ഞങ്ങൾക്ക് അവിടെ റൂം തയ്യാറാക്കി തന്നു. ആ അങ്കിള് തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ ഏൽപ്പിച്ച് തന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തൈക്കാട്ടുശ്ശേരിയിൽ അച്ഛനിരിക്കുന്ന ആ പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് മോളോട് കുമ്പസാരിക്കാൻ പറഞ്ഞു. മോള് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛൻ പറഞ്ഞു 1 2 3 4 5 ഉടമ്പടി എടുത്ത് ഒരു ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ലൈനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നിൽക്കാനായിട്ട് വളരെ വിഷമിച്ച് നിന്നത്. കാരണം 90 ദിവസം എത്തിയവർക്കാണ് ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വരുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 87 ദിവസം. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിൽ 4 പേരും നിന്നു. 4 പേരും അച്ഛൻ പറഞ്ഞു ഓരോ കാര്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആ 4 പേര് നീക്കി നിർത്തി. ലാസ്റ്റ് 4ാമത് ഞങ്ങളെ കയറ്റി നിർത്തിയപ്പോൾ അച്ഛൻ ഈ ഉടമ്പടി പത്രിക വാങ്ങിച്ചിട്ട് അച്ഛൻ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളുടെ കാലെന്ന് പറയുമ്പോഴേക്കും അച്ഛൻ ആൾത്താരമെന്ന് ഇറങ്ങി വന്ന് അച്ഛൻ ഈ സ്റ്റെപ്പും ഇരുന്ന് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി വിശ്വാസപ്രമാണം എത്തിക്കാൻ പറഞ്ഞു. എത്തിച്ചു തുടങ്ങിയിട്ട് മോളോട് പറഞ്ഞു ഒരു ചെയർ എടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ ഇവിടെ വന്നിരുന്നു. അച്ഛൻ്റെ മുട്ടിൽ മേൽ അച്ഛൻ്റെ കൈ വെച്ച് എൻ്റെ മോളുടെ കാല് അച്ഛൻ്റെ കയ്യിൽ വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ബ്ലെസ്സിങ് വരച്ചു. ഇങ്ങനെ കുരിശ് വരച്ച് കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു അച്ഛ പതുക്കെ വരയ്ക്ക്, എനിക്ക് വേദന എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ നീ ഷൂസും എല്ലാം ഇട്ടിട്ട് എങ്ങനെയാണ് നീ ഡ്യൂട്ടി ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു മോളെ അമ്മ വിശ്വാസപ്രമാണം എത്തിക്കാൻ പറഞ്ഞു. ഞാൻ 5-6 വിശ്വാസപ്രമാണം എത്തിച്ച് എനിക്ക് മുഴുവനാക്കാൻ പറ്റില്ല. അച്ഛൻ പ്രാർത്ഥിച്ച് നിർത്തണ്ടെന്ന് പറഞ്ഞു. നിർത്തി കഴിഞ്ഞ്
ഒരു വിശ്വാസ പ്രമാണം ഫുള്ളായിട്ട് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ ഇവിടെ ഒരു അടി കൊടുത്തു. അച്ഛൻ 2 സൈഡിലും ഓരോ കവളത്തോ ഒരടി കൊടുത്തിട്ട് പറഞ്ഞു, മോള് സാക്ഷ്യം പറഞ്ഞോളോ ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മോള് വീട്ടിൽ വന്നു. ഞങ്ങൾ കട്ടിൽ മുഴുവൻ ബെഡ്ഷീറ്റ് മാറ്റി കഴിഞ്ഞിട്ട് ഫുള്ള് ഉടമ്പടി ഇവിടുത്തെ കൃപാസനത്തിൽ പത്രം മുഴുവൻ വിരിച്ചു ബെഡ്ഷീറ്റ് ഇട്ടു. അതിൽ മോളെ ഞങ്ങൾ 2 ദിവസം ഇവിടുത്തെ ഉപ്പും തൈലും എല്ലാം ഇട്ട് മോളെ ഞങ്ങൾ പെരട്ടി അവിടെ കെടുത്തി. 2ാമത്തെ ദിവസം ആൾ പറഞ്ഞു, അമ്മ ഞാൻ ആന്ധ്രയ്ക്ക് പോവാണ്, ടിക്കറ്റ് ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് 2 പേർക്കും പോവാം. അങ്ങനെ അവിടെ കൊണ്ടാക്കി കൊടുത്തു. ആ കാല് വെച്ച് ഞാൻ അവിടെ കൊണ്ടാക്കി കൊടുത്തു. ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ നമുക്ക് എണ്ണിയ ഒരു റൗണ്ട് ഒരു ചെറിയൊരു റൗണ്ടിൻ്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടാവും എനിക്ക് തോന്നുന്നു, ഏകദേശം ഒരു 200-300 എത്ര വേണമെങ്കിലും നമുക്ക്, ഞാൻ രാത്രിക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കും എത്ര എണ്ണം ഉണ്ട്. ഇത് നമുക്ക് കാണാമില്ല, കടുക് മണി പോലെയാണ് ഓരോ ഇത്. ഡോക്ടേഴ്സ് ഫുള്ള് പറഞ്ഞത് അത് ആണിയാണെന്ന്. ഞങ്ങൾ ആന്ധ്രയിൽ ചെന്ന് ഇത് മുഴുവൻ കരിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയണേ അവിടുത്തെ മൊത്തം കുട്ടികൾക്ക് ഇതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ മണ്ണിൻ്റെയാണ്, അല്ലാണ്ട് രാണിയോ മറ്റൊന്നല്ല. ഇത് പെരട്ടി ഈ 2 വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് എൻ്റെ മോളുടെ 2 കാലിൻ്റെ അടിയും ഇപ്പം എൻ്റെ കാലിൻ്റെ അടിയേക്കാളും സുന്ദരമായിട്ടിരിക്കുന്നു എൻ്റെ മോളുടെ കാലിൻ്റെ ഇത്. ഞങ്ങൾ മോളെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നു, പക്ഷേ പറയാൻ പറ്റില്ല. 2ാമത്തെ കാര്യം, ഞങ്ങളൊരു പറമ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടുണ്ടായിരുന്നു. അത് കച്ചവടമാവാതെ കിടക്കായിരുന്നു. ഇതേപോലെ തന്നെ അച്ഛനെ ഞാൻ വന്ന് കണ്ടു. അച്ഛനിക്ക് ലോക്കറ്റ് തന്നു. അതവിടെ കൊണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടു. ഒരു 3 മാസത്തിനുള്ളിൽ ആ ഭൂമി കച്ചവടമായി. പിന്നെ എൻ്റെ ഭർത്താവിന് അവിടുത്തെ ഗൾഫിലാണ്, കാലാവസ്ഥ അനുസരിച്ച് ഇവിടെ പുറകിൽ ഇടയ്ക്ക് ഓരോ മുഴകൾ വരാറുണ്ട്. 2 ചൂടിലും അങ്ങനെ വന്നു. 3ാമത്തെ ചൂടപ്പോൾ ഞാൻ ഇവിടുന്ന് കൃപാസനത്തിലെ തൈലും ഉപ്പയ്ക്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 3ാമത്തെ ഇത് വന്നപ്പോഴേക്കും അത് പെരട്ടി. പിന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ വന്നിരുന്ന എല്ലാ ഇതുകളും മാറിക്കിട്ടി. പിന്നെ ആ സമയത്ത് തന്നെ ഹസ്ബൻഡ് ഗൾഫിൽ 23 കൊല്ലമായിട്ട് കമ്പനി റൂമിൽ താമസിക്കില്ല. അപ്പം ഞാൻ പറയും, ഇവിടുത്തെ ഉടമ്പടി തൈലം എല്ലാം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ബോസിനോട് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് ഉപയോഗിച്ചതിൻ്റെ പിറ്റേ ദിവസം ബോസിനോട് പറഞ്ഞിട്ട് ഇപ്പം ആൾ കമ്പനി റൂമിലാണ് താമസിക്കുന്നത്. പിന്നെ മകന് CBSE ആയിരുന്നു. അപ്പോൾ CBSE എക്സാമിലൊന്നും കാര്യമായിട്ട് ഇല്ലാണ്ടിരുന്ന കാരണം +1 എവിടെ സീറ്റ് കിട്ടുന്നത് വളരെ വിഷമത്തിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് സ്കൂൾ തുറക്കണതിൻ്റെയൊക്കെയും കുറച്ച് ദിവസം മുന്നാണ് ഒരു പരിചയത്തിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾക്ക് +1 ബയോമെക്സ് +1 സീറ്റ് കിട്ടി. പിന്നെ ചേട്ടൻ്റെ മകൾക്ക് ക്യാൻസറിൻ്റെ കുറച്ച് ആരംഭമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ മോളുടെ കല്യാണം നടക്കണക്കാലം മുന്നേ ആ കുട്ടിയുടെ ഒരു കല്യാണം നടന്ന് കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ചേട്ടൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. നോയമ്പ് കഴിഞ്ഞതിന് ശേഷം മോളുടെ കല്യാണമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പെങ്ങളുടെ കുട്ടി ദുബായിൽ ന്യൂമോണിയ പിടിച്ച് ഭയങ്കര സീരിയസ്, നാട്ടിലെത്തിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ആ കുട്ടിയെ നാട്ടിലെത്തിച്ചു. കുട്ടിയുടെ ന്യൂമോണിയയ്ക്ക് മാറി നല്ല ഇതായി. അപ്പോൾ അവനൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു, ഇവിടെ നിയോഗം വെച്ചിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ജോലി കിട്ടി. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ അനുഗ്രഹത്താൽ സാധിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 കോടാനുകോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു.